ഇതൊക്കെ ഉണ്ട് കേട്ടോ, സംഭവം കണ്ടോ? അവർ ചൂണ്ടയ്ക്ക് പിടിച്ച സംഭവമാണ്, ഒരുപാടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണിത്. നമ്മുടെ അഞ്ചുതെങ്ങ് റൂട്ടാണ്. മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറാണ്. ഇവിടുത്തെ ഫിഷിംഗ് കാണേണ്ട കാഴ്ച തന്നെയാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടയ്ക്ക് മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ പരിസരവാസികൾ മാത്രമാണ് മീൻ പിടിക്കാൻ വരുന്നത്, പുറത്തുനിന്ന് ആരും വരാറില്ല. കായലും കടലും ഒന്നിച്ച് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ മുതലപ്പുഴ. ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചൂണ്ടയ്ക്ക് തന്നെ വന്നത്, വെള്ളാപ്പാരയുടെ കുഞ്ഞാണത്. ഡേഞ്ചറസ് സോണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് ബോട്ടൊക്കെ തകർന്ന് നടക്കുന്നുണ്ട്. ബോട്ടൊക്കെ ഒരു പരുവായി, പീസായിപ്പോയി. ഇവിടെ അത്രയും ഡേഞ്ചർ ഏരിയയും കൂടെയാണ്. അവർക്ക് ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ്, അതിൻ്റെ ഒരു സന്തോഷം നമുക്കും ഉണ്ട്. ചേട്ടാ തന്നെയല്ലേ, പതുക്കെ ഇറങ്ങണേ. ഇത് കഴിക്കുന്ന മീനല്ലേ? ചെമ്പല്ലി. പതുക്കെ സമാധാനമായിട്ട്. പല്ലൊക്കെ ഉള്ളതാണ്, കൈ കടിച്ച് മുറിച്ചള. ഒരു പല്ല് നിങ്ങൾ തട്ടി കളക്കിയാണ്. ചാടും ചിലപ്പോൾ. ഇത് അഞ്ചുതെങ്ങിലെ ബീച്ച് റോഡാണ്. ഇതുവഴിയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സുന്ദരമാണ്. വെയിലുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യില്ല, എപ്പോഴും തണലാണ്. അതുമാത്രമല്ല, നല്ല തണുത്ത കാറ്റും. പോകുന്ന യാത്രയിൽ തന്നെ പല കാഴ്ചകളുമുണ്ട് കാണാൻ. മിക്ക വീടുകളിലും മീൻ ഉണക്കുന്നതും കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അല്ല, ഇത്രയും നീറ്റായിട്ട് ഉണങ്ങുന്ന നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട്. നമ്മുടെ നാട്ടിൽ ഉണക്കമീനുണ്ട്, അവര് നോക്കി അതുപോലൊന്നും അല്ല ഉണങ്ങുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ നല്ല നീറ്റായിട്ടാണ് അവിടെ ഉണങ്ങുന്നത്. തറയിലൊക്കെ വെറും തറയിലൊന്നും ഒട്ടല്ല ഉണങ്ങുന്നത്, നല്ല നീറ്റാക്കി എല്ലാം സെറ്റാക്കി ഉണങ്ങുന്നത്. വെള്ളവും പൈപ്പിലെ വെള്ളം വരെ പിടിച്ചാണ് മീനിനെ വാഷ് ചെയ്തെല്ലാം സെറ്റാക്കി എടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അവരിവിടെ വരും, നമ്മള് പിന്നെ ഈ 2 വെട്ടി അങ്ങനെ അനുസരിച്ചാണ് കൊടുക്കണം, മൊത്തത്തിലാണ് കൊടുക്കണം. നമുക്ക് ഉണക്കി ഇവിടെ ഇട്ടിരിക്കത്തില്ല, അപ്പോഴാണ് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട, ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച അഞ്ചുതെങ്ങ് കോട്ട. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയായിരിക്കും, എന്നാൽ തന്നെ അതിൻ്റെ ഒരു വിഷ്വൽസാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അഞ്ചുതെങ്ങ് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയാണ്. പ്രവേശന ഫീസൊന്നുമില്ല, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് പറയാനായി നമുക്ക് 2 ഗൈഡുകളെയും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്തോ? റിജോയ്. റിജോയ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. ആണല്ലേ. ഇന്ന് വീട് അടുത്താണോ? കുറച്ചപ്പുറത്ത്. നിങ്ങൾ വെറുതെ വന്ന് വിട്ടിരിക്കുന്നതാണ്? ആ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പുലി ഇട്ടിട്ട് അതിനകത്ത് മനുഷ്യനെ ഇട്ട് കൊടുക്കൂല്ലേ? ആഹാരം ഇട്ട് കൊടുക്കും. ആണല്ലേ. ഓ, ഇതിനകത്തൂടെ കടലിൽ പോകാൻ പറ്റുമെന്നാ പറയുന്നത്.
നമുക്ക് അതുവഴി പോകാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വാ വാ വേണം, ജസ്റ്റ് അതിലേ പോയിട്ട് വരാം. വാ ഓ അവിടെ ഇപ്പൊ സിമന്റ് വെച്ച് മറച്ചതാണ്. സിമെന്റ് വെച്ച് കടൽക്കുഴിയാണ്, ഇതിനകത്തൂടെ കടലൊക്കെ പോകാൻ പറ്റും. കടലിൽ പോകാൻ ഓ എവിടെയാണ് അടച്ചിരിക്കുന്നത്? അകത്തുണ്ട് അകത്ത്. സിമന്റ് വെച്ച് മൂടി, ഓ സിമെന്റ് വെച്ച് മൂടി. കല്ല് സിമന്റ് ഒക്കെ വെച്ച് മൂടി. ഓ അതില്ലെങ്കിൽ ഇതിനകത്തോടെ നമുക്ക് കടലിനകത്ത് കടലിന്റെ അകത്ത് പോകാൻ പറ്റും. തന്നെയല്ലേ? ഫിഷിനൊക്കെ കാണാം. ആ കണ്ണാടി കൂടാണ്, കണ്ണാടി കൂടാ. അതിനകത്തൂടെ നമുക്ക് പോയി നല്ല വ്യൂ ഒക്കെ എടുക്കാൻ പറ്റും. ഓ ശരി ശരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് ആൾക്കാരെ ഈ തൂണിൽ കെട്ടിയിട്ടാണ് ചാട്ടവാറിട്ട് തല്ലുന്നത്. വെട്ടുകല്ലിന്റെ നിർമ്മിതിയാ കേട്ടോ. മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലം അല്ലേ? ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു, ഈ തുമ്പോട്ടൊരു മതിലുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഇതില്ലേ ജിറാഫ്, അതിനൊക്കെ വളർത്തുന്നോ ഇത് വളർത്തുക. ഇപ്പം മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ ഒരു മൃഗവും ഇല്ല, എല്ലാ മൃഗത്തിനെയും സൂയിൽ കൂടെ എത്ര നാളായി ഇപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ സൂയിക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛന്റെ കൊച്ചും പ്രായം, ഞങ്ങളുടെ പ്രായം, എന്റെ അച്ഛൻ ഞങ്ങളുടെ പ്രായമായിരുന്ന സമയത്തുള്ളത് കാര്യങ്ങളാണ്. ഞങ്ങൾ കൊച്ചും പ്രായത്തോടെ പുലി ഉണ്ടായിരുന്നു. ഇതുവഴി പോയി ഫ്രണ്ടിൽ പോകാൻ പറ്റും. കടൽക്കുഴിയില്ലേ? കടൽക്കുഴി, അതിനകത്ത് പോകാൻ പറ്റും. പണ്ടത്തെ തറകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അത് അവർ കണ്ടില്ലേ, വെട്ടുകല്ലിൻ്റെ നിർമ്മിതിയാണ്. അപ്പം അതൊക്കെ ഒരു കുഴപ്പവും നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു സംഭവത്തിനും ഇതിനെ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത് രീതിക്ക് അപ്പം എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. കയറിപ്പോടാ ഫ്രണ്ടിൽ. ഇവിടെ ഉള്ള 2 കുട്ടി ഗൈഡുകളാണ്, അവന്മാരെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവന്മാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മൊത്തം അറിയാം. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു വിശാലമായ സ്ഥലമാണ് കേട്ടോ. 5 തെങ്ങ് കോട്ടയുടെ മുകളിൽ പണ്ട് സൈനികരൊക്കെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ചുറ്റും ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും നമുക്ക് ഇവിടെ ടിക്കറ്റും ഇല്ല, ഫ്രീ ആയിട്ട് 2 ഗൈഡിനെയും കിട്ടി. ഇതിന് മുകളിൽ കയറി നിന്നിട്ടുള്ള കാഴ്ചകളാണ്. ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസ് 3 മണി വരെ ഉണ്ടെന്നാണ് അവന്മാർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കടലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആ സംഭവം എന്തായാലും അതിമനോഹരമായിട്ടിരിക്കും. നമുക്കിതിൻ്റെ റൗണ്ട് അപ്പ് ചെയ്ത് കാഴ്ചകൾ കണ്ട് നമുക്ക് ഇറങ്ങാം. താഴോട്ട് ചാട്, ഞാൻ പിടിച്ചോളാം. മതി, ഇറങ്ങിപ്പോരെ. അത് തന്നെ. ഇത് വെള്ളമൊക്കെ കുറവാണ്, പഴയ കിണറാണ് ഇവിടുത്തെ.